അനധികൃത വായ്പകൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ കൂടുതലും CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ്. കരുവന്നൂരിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നീക്കം. കേരളത്തിലെ സഹകരണത്തിൽ ശുദ്ധി കലശത്തിനാണ് ഇഡിയുടെ ശ്രമം. കരുവന്നൂരിൽ കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട്. സഹകരണ ബാങ്കിലെ സ്വർണ്ണലേലം ക്രമക്കേടുകളിലും ഇഡി അന്വേഷണം നടത്തും. യഥാർത്ഥ മൂല്യത്തിലും കുറച്ച് സ്വർണം ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. കരുവന്നൂർ കേസിൽ ഇഡി നടപടി സ്ഥിരീകരിച്ച് CPM രംഗത്ത് വന്നിരുന്നു. സ്വത്ത് കണ്ടുകെട്ടിയതായും അക്കൗണ്ട് മരവിപ്പിച്ചതായും പാർട്ടി സ്ഥിരീകരിച്ചു. തൃശൂർ പൊറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ ഭൂമി ഇഡി കണ്ടുകെട്ടി. 4.66 സെന്റ് ഭൂമിയാണ് ഇഡി കണ്ടുകെട്ടിയതെന്നും CPM വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടുകളും മരവിപ്പിച്ചെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. ഇഡിയെ BJP ദുരുപയോഗം ചെയ്തുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനവുമുണ്ട്. ഇങ്ങനെ CPM വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കൂടുതൽ ബാങ്കുകളിലേക്ക് ഇഡി അന്വേഷണം കടുപ്പിക്കുന്നത്. തൃശൂരിലെ കരുവന്നൂരിലേതിന് സമാനമായി മറ്റു പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവന കൈപ്പറ്റിയെന്ന പരാതി ഇഡിക്ക് മുന്നിലുണ്ട്. ഇതും ഗൗരവത്തോടെ എടുത്തു. കരുവന്നൂരിന് പുറമെ 12 സഹകരണ ബാങ്കുകളിൽ കൂടി നിയമലംഘനം നടന്നതായി ഇഡി കണ്ടെത്തിയിരുന്നു. 8 ബാങ്കുകളിൽ അന്വേഷണം നേരിടുന്നുമുണ്ട്. ഇവിടെ കൂടുതൽ ശ്രദ്ധ ഇഡി കേന്ദ്രീകരിക്കും. സ്വർണ്ണ വായ്പ അടക്കം നൽകുന്നതിൽ വലിയ തട്ടിപ്പുണ്ടെന്നാണ് നിഗമനം. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന്റെ 63.62 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂരിൽ CPMന് ലഭിച്ചത് അനധികൃത വായ്പകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന്റെ കമ്മീഷനാണെന്നും കണ്ടെത്തി. സമാനമായി മറ്റ് സഹകരണ ബാങ്കുകളിലും നടന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിൽ ചിലത് കോൺഗ്രസ് ഭരണത്തിലുള്ളതാണ്. വായ്പാ തട്ടിപ്പ് നടന്ന അയ്യന്തോൾ, മാരായമുട്ടം, കണ്ടല, ചാത്തന്നൂർ, മൈലപ്ര, മാവേലിക്കര, തുമ്പൂർ, നടക്കൽ, കൊന്നി റീജിയണൽ, BSNL എഞ്ചിനീയേഴ്സ്, മൂന്നിലവ്, പെരുങ്കാവിലെ എന്നീ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇവിടങ്ങളിലും രാഷ്ട്രീയ പങ്കാളിത്തത്തോടെ കമ്മീഷൻ ഇടപാടുകൾ നടന്നുവെന്നാണ് അന്വേഷണം. സമഗ്ര അന്വേഷണം നടത്താനാണ് നീക്കം. കഴിഞ്ഞ ദിവസമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെ പ്രമുഖ CPM നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികളാക്കുമെന്ന വാർത്ത പുറത്തുവരുന്നത്. അനധികൃത വായ്പകളിൽ നിന്ന് CPM വിഹിതം കൈപ്പറ്റിയെന്നും ആ പണം കൊണ്ടാണ് പാർട്ടി ഓഫീസ് പണിയാൻ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം വാങ്ങിയതെന്നും ഇഡി സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അത്. ഇതിലാണ് പാർട്ടിയെ പ്രതിയാക്കാൻ ഇഡി തീരുമാനിച്ചതിന് മുഖ്യ കാരണം. സെന്റിന് 10 ലക്ഷം വെച്ച് വാങ്ങിയ 3 സെന്റാണ് ഇഡി കണ്ടുകെട്ടിയത്. CPMന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ വെളിപ്പെടുത്താത്ത 8 അക്കൗണ്ടുകളിലെ 63.62 ലക്ഷം രൂപയും കണ്ടുകെട്ടിയതിൽ പെടും.